ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു മിനി നൈറ്റ് സ്കിൻ കെയർ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഞാൻ കുളിച്ചൊക്കെ വന്നിട്ടുണ്ട്. നമുക്കൊന്ന് സ്കിൻ കെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എനിക്ക് ഐബ്രോസ് ഫസ്റ്റ് ഫില്ല് ചെയ്യണം, അത് മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. പുരുകം വളരാനായിട്ട് ഞാനായിട്ട് സ്വന്തമായിട്ട് ഉണ്ടാക്കിയ ഒരു കൺമഷി ഉണ്ട്, അത് തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ശരിക്കും നമ്മൾ പുരുകം വളരാനൊക്കെ ശരിക്കും രാത്രി തന്നെ ഉണ്ടോ കൺമഷി തേച്ച് കൊടുക്കേണ്ടത്. അല്ല, ആദ്യം ഞാൻ ഐബ്രോസ് എഴുതി കൊടുക്കണം കേട്ടോ. ഞാൻ പുരുകം വളരാനായിട്ട് ഉണ്ടാക്കിയ കൺമഷിയാണ്, അത് നമുക്കൊന്ന് എഴുതി കൊടുക്കാം. പുരുകം എപ്പോഴും രാത്രി എഴുതി കൊടുക്കുമ്പോൾ ആവണക്കെണ്ണൊക്കെ യൂസ് ചെയ്യുന്നത് ഭയങ്കര നല്ല കേട്ടോ, നന്നായിട്ട് വളരും പുരുകൻ. ആവണക്കെണ്ണ ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യാനായിട്ട് പാടില്ല. ആവണക്കെണ്ണയിൽ വെളിച്ചെണ്ണ കൂടെ മിക്സ് ആയിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട്. ചിലവർ പറയും പുരുകൊന്നും എഴുതി കൊടുത്തിട്ടൊന്നും കാര്യമില്ല, അതൊന്നും വളരില്ല എന്ന്. പക്ഷേ എൻ്റെ അനുഭവത്തിൽ അങ്ങനെയല്ല. എനിക്ക് ഐബ്രോസ് ഇങ്ങനെ എഴുതി കൊടുത്ത് തന്നെ ഉണ്ടായതാണ്. എനിക്ക് ചെറുതായിട്ടേ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി അടുത്തതാണ് നമുക്ക് ഫേസിൽ എന്തെങ്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കാം. എനിക്ക് നൈറ്റ് ക്രീമൊന്നുമില്ല, അപ്പോൾ ഞാനിവിടെ അപ്ലൈ ചെയ്യുന്നത് എന്താണെന്നറിയോ, റോസ് വാട്ടറും ഗ്ലിസറിനും മിക്സ് ചെയ്താണ് കേട്ടോ. അപ്പോൾ ഗ്ലിസറിൻ്റെ ബോട്ടിൽ തന്നെ റോസ് വാട്ടറും ഗ്ലിസറിനും മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്തായിട്ട് അത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫേസിൽ എന്താ പറയുക, ചെറിയ ചെറിയ കലകളും കുഴിയും ഒക്കെ മാറുന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതായത് ചെറുതായിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫേസ് മൊത്തമായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഗ്ലിസറിന് അതേപോലെ തന്നെയാണ്, ഡയറക്റ്റായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട് പാടില്ല. എന്തെങ്കിലും കൂടെ മിക്സ് ചെയ്ത് മാത്രമേ അപ്ലൈ ചെയ്യാനായിട്ട് പാടുള്ളൂ. അപ്പോൾ അതാ ഞാൻ ഇത് എൻ്റെ അല്ല കേട്ടോ, ചേച്ചി മിക്സ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ വീട്ടിൽ വന്നപ്പോൾ കണ്ടപ്പോൾ ഞാനൊന്ന് ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഞാൻ അങ്ങനെ നൈറ്റ് ക്രീമൊന്നും ഇടാറില്ല, ഇപ്പോൾ ഒന്നും യൂസ് ചെയ്യാറില്ല കേട്ടോ കുറേ നാളായിട്ട്. നമുക്ക് ഇട്ട് കൊടുക്കുന്നത് ലിബാം. ഞാൻ ലിബാം ഇട്ട് കൊടുക്കുന്നുണ്ട്. ലിബാം എല്ലാവരും ഇട്ട് കൊടുക്കണം. ഈ ലിബാം എന്താ പറയുക, ലിപ്പിൻ്റെ ഡാർക്ക് കളർ കുറയ്ക്കുന്ന ലിബാമാണ് കേട്ടോ. ഞാൻ നൈറ്റ് യൂസ് ചെയ്യണേ, നൈറ്റ് യൂസ് ചെയ്യണേ. പൊതുവെ ഞാൻ നൈറ്റ് ലിപ് ബാം ഇടാറില്ല. ഈ ലിപ് ബാം ഇട്ടപ്പോൾ എനിക്ക് ചുണ്ടിൻ്റെ കരിവാളിപ്പ് നന്നായിട്ട് കുറഞ്ഞ പോലെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ നൈറ്റും അതിടാന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ രാവിലെ എനിക്ക് നല്ലൊരു കളർ ഉണ്ടാവും ചുണ്ടിന്. അങ്ങനെ ലിപ് ബാമും ഇട്ട് കൊടുത്ത് സെറ്റായിട്ടുണ്ട്. ഇനി അടുത്തെന്ന് വെച്ചാൽ മുടി നന്നായിട്ട് ചീകി കെട്ടണം. അപ്പോൾ ഞാൻ കുളിച്ച് വന്നിട്ട് എൻ്റെ മുടിയിൽ നനവുണ്ട്. ചിലർക്ക് പോലെ മുടി നല്ല ചുരുണ്ട മുടിയായിരിക്കും. അപ്പോൾ അവരെന്താ ചെയ്യുന്നത് അറിയാം, കുളി കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ നന്നായിട്ട് മുടി ചീകി കൊടുക്കുക. മുടി ചീകി കൊടുക്കുന്നതോറും മുടി സ്ട്രൈറ്റ് ആയിക്കൊണ്ടേയിരിക്കും. എൻ്റെ ഇവിടെ നിന്നൊരു താഴത്തേക്ക് മാത്രമേ സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കാത്തുള്ളൂ. ബാക്കിയൊക്കെ കിട്ടുമ്പോൾ അതേപോലെ തന്നെ ഇങ്ങനെ കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുടി നമ്മൾ കുളി കഴിഞ്ഞ് വരുമ്പോൾ തന്നെ നന്നായിട്ട് ഇങ്ങനെ നീട്ടി കൊടുക്കേണ്ടത്. മുടി നന്നായിട്ട് നീളുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുടി വളരും എന്നല്ല കേട്ടോ, വളരും. അതല്ലാണ്ട് മുടിക്ക് എന്താ പറയുക, ഒരു നമ്മുടെ ചുരുളിപ്പം അങ്ങോട്ടേക്ക് മാറും. അപ്പോൾ മുടി നന്നായിട്ട് ഈരി കൊടുക്കേണ്ടത്. ഒരു 10 മിനിറ്റ് ഈരി കൊടുക്കേണ്ട കേട്ടോ. മുടി നന്നായിട്ട് ഈരിയിട്ട് മുടി കുറച്ച് നേരം ബാക്കിലേക്ക് ഇടാം. നന്നായിട്ട് ഈരി കൊടുക്കാം. ഞാൻ നന്നായിട്ട് ഈരി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി മുടി അങ്ങനെ കിടന്ന് ഉണങ്ങിക്കോളും. നന്നായിട്ട് ഇങ്ങനെ അങ്ങനെ തലയ്ക്ക് നല്ലൊരു ഇത് കിട്ടണമെങ്കിൽ ഇവിടെ ഇങ്ങനെ നന്നായിട്ട് ആയി കൊടുക്കുകയാണെങ്കിൽ മുടി നല്ല മിനുസായിട്ട് കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മൾ മുടി ഉണങ്ങി കഴിയുമ്പോൾ ഇവിടെ മേലെ വെച്ച് ബണ്ണിട്ട് കെട്ടി വയ്ക്കുക ചേട്ടാ. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.